Welcome to BSc Main Physics. And this is semester 6 BSc Main elective paper Electronic Instrumentation. And today the topic is laboratory pulse and square wave generator. ഇത് BSc Main Physics semester 6-ൻ്റെ ഇലക്റ്റീവ് പേപ്പറാണ്. പേപ്പറിൻ്റെ പേര് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ. അതിൽ യൂണിറ്റ് 4 സിഗ്നൽ ജനറേഷൻ ആൻഡ് അനാലിസിസ്. അതിലുള്ള ടോപ്പിക്ക് ലബോറട്ടറി പൾസ് ആൻഡ് സ്ക്വയർ വേവ് ജനറേറ്റർ. ഈ ടോപ്പിക്കാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. What is laboratory pulse and square wave generator? A pulse and square wave generator are used as measuring devices in combination with CRO. ഒരു CROയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇത്തരം ഡിവൈസുകൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. They provide both quantitative and qualitative information of the system under test. They are made use of in transient response testing amplifiers. Transient റെസ്പോൺസ് ടെസ്റ്റിംഗ് ആംപ്ലിഫയേഴ്സിൽ ഈ പൾസ് ജനറേറ്റർ അപ്ലൈ ചെയ്യാറുണ്ട്. ദ ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ പൾസ് ജനറേറ്റർ ആൻഡ് എ സ്ക്വയർ വേവ് ജനറേറ്റർ ആസ് ഇൻ ദ ഡ്യൂട്ടി സൈക്കിൾ. ഡ്യൂട്ടി സൈക്കിൾ എന്താണ്, അതിനെ ആശ്രയിച്ചാണ് ഈ പൾസ് ജനറേറ്ററിൻ്റെയും അതുപോലെ സ്ക്വയർ വേവ് ജനറേറ്ററിൻ്റെയും ആ വ്യത്യാസം ഇരിക്കുന്നത്. ഡ്യൂട്ടി സൈക്കിളാണ് ആ ഡിവൈസ് പൾസ് ജനറേറ്ററാണോ അല്ലെങ്കിൽ സ്ക്വയർ വേവ് ജനറേറ്റർ ആണോ എന്ന് തീരുമാനിക്കുന്നത്. എന്താണ് ഡ്യൂട്ടി സൈക്കിൾ? ഡ്യൂട്ടി സൈക്കിൾ ഈസ് പൾസ് വിഡ്ത്ത് ബൈ പൾസ് പീരീഡ്. എ സ്ക്വയർ വേവ് ജനറേറ്റർ ഹാസ് എ 50% ഡ്യൂട്ടി സൈക്കിൾ. ഒരു സ്ക്വയർ വേവ് ജനറേറ്ററിന് 50% ഡ്യൂട്ടി സൈക്കിൾ ഉണ്ട്. Requirements of a pulse. The pulse should have a minimum distortion so that any distortion in the display is solely due to the circuit under test. പൾസിന് മിനിമം ഡിസ്റ്റോഷന് പാടുള്ളൂ. ഡിസ്റ്റോഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം വേവ് ഷേപ്പ് ഡിഫറൻസ് ആണ്. നമ്പർ 2, ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി പൾസ് ആർ റൈസ് ടൈം, ഓവർഷൂട്ട്, റിംഗിങ്, സാഗ് ആൻഡ് അണ്ടർഷൂട്ട്. ഇവയെല്ലാമാണ് ഒരു പൾസിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്. ദ പൾസ് ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. പൾസിന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വേണ്ടി വരും. If appreciable output power is required by the test circuit. Example, for magnetic core. At the same time, the attenuation range should be adequate. Attenuation range ആവശ്യത്തിന് ഉണ്ടായിരിക്കണം to produce small amplitude pulses to prevent overdriving of some test circuit. നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്, the range of frequency control of the pulse repetition rate PRR should meet the needs of the experiment. For example, a repetition frequency of 100 MHz is required for testing fast circuits. Other generators have a pulse-based feature which allows a train of pulses rather than a continuous one. Number 5, some pulse generators can be triggered by an external applied trigger signal. Conversely, pulse generators can be used to produce trigger signals when this output is passed through differentiated circuit. Some pulse generators can be triggered by an externally applied trigger signal. ചില പൾസ് ജനറേറ്റേഴ്സ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രിഗർ കൊണ്ട് സിഗ്നൽ ട്രിഗർ കൊണ്ട് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒരു കോൺവേഴ്സായിട്ട് പറഞ്ഞാൽ പൾസ് ജനറേറ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ട്രിഗർ സിഗ്നൽസ്. ട്രിഗർ സിഗ്നൽ നിർമ്മിക്കാനായിട്ടും ഇവ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദ ബേസിക് സർക്യൂട്ട് ഫോർ പൾസ് ജനറേറ്റർ ഈസ് ദ അസിമെട്രിക്കൽ മൾട്ടി വൈബ്രേറ്റർ. ഒരു അസിമെട്രിക്കൽ മൾട്ടി വൈബ്രേറ്ററിനെയാണ് നമ്മൾ ഒരു പൾസ് ജനറേറ്ററിൻ്റെ ബേസിക് സർക്യൂട്ടായിട്ട് പരിഗണിക്കുന്നത്. A laboratory type square wave and pulse generator is shown in the figure. പൾസ് ആൻഡ് സ്ക്വയർ വേവ് ജനറേറ്ററാണ് താഴെ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ബ്ലോക്കുകളെല്ലാം ശരിക്കും നോക്കുക. അത് എല്ലാവരും ചെയ്ത് അതിൻ്റെ എഴുതി ഓരോ ബോക്സിലും ഓരോ പോയിന്റിലും എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുക. അത് നമ്മുടെ ചിത്രത്തിൽ വരക്കണം.
ഒരു പൾസ് ജനറേറ്റർ ചോദിച്ചാൽ, ഒരു സ്ക്വയർ വേവ് ജനറേറ്റർ ചോദിച്ചാൽ ഈ ബ്ലോക്ക് ഡയഗ്രാം അത്യാവശ്യമായിട്ട് വരയ്ക്കണം. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ പൾസ് ജനറേറ്റർ ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. ദെയർ ആർ വേരിയസ് പാർട്സ്. യു സീ ദി ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് റെക്കോർഡ് റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. എസെൻഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് block diagram. The frequency range of the instrument is covered in 7 decade steps from 1 Hz to 10 Hz. 10 Hz with a linearly calibrated dial for continuous adjustment of all ranges. Our frequency range of the instrument is covered by 7 decade steps. 7 decade സ്റ്റെപ്സിലാണ് ഇതിൻ്റെ ഫ്രീക്വൻസി അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. The duty cycle can be varied from 25 to 75%. Two independent outputs are available. A 50 Q source that supplies pulses with a rise and fall time of 5 nanosecond at 5 volt peak amplitude, and a 600 Q source which supplies pulses with a rise and fall time of 70 nanosecond at 30 വോൾട്ട് പീക്ക് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഓരോ പീക്ക് വോൾട്ടേജിലും വരേണ്ട റൈസ് ആൻഡ് ഫാൾ ടൈമാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതൊന്ന് വായിച്ച് പഠിച്ചുകൊള്ളണം. ഇത് ഇൻസ്ട്രുമെൻ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ആസ് എ ഫ്രീ റണ്ണിങ് ജനറേറ്റർ. ഒരു ഫ്രീ റണ്ണിങ് ജനറേറ്റർ, അതായത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഒരു ഫ്രീ റണ്ണിങ് ജനറേറ്റർ പോലെ ഇത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഓർ ഇറ്റ് ക്യാൻ ബി സിങ്ക്രണൈസ്ഡ് വിത്ത് എക്സ്റ്റേണൽ സിഗ്നൽസ്, അല്ലെങ്കിൽ മറ്റ് ബാഹ്യ സിഗ്നലുമായിട്ട് ഇവയെ നമുക്ക് ബന്ധിപ്പിക്കാം, സിങ്ക്രണൈസ് ചെയ്യാം, ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നത് പോലെ ആക്കാം. The basic generating loop consists of the current sources, the ramp capacitor, the Schmitt trigger, and the current switching circuit as shown in the figure. അപ്പോൾ മുകളിൽ കാണിച്ചിരിക്കുന്ന പടത്തിലെ പോലെ ഇതിനകത്ത് കറണ്ട് സോഴ്സസ് ഉണ്ട്, റാമ്പ് കപ്പാസിറ്റർ ഉണ്ട്, ഷിമിറ്റ് ട്രിഗർ ഉണ്ട്. ഷിമിറ്റ് ട്രിഗറൊക്കെ നിങ്ങൾ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്നതാണ്. കറണ്ട് സ്വിച്ചിങ് സർക്യൂട്ട് ഉണ്ട്. അത്രയും ഭാഗങ്ങളാണ് അതിനകത്ത് വിവിധ ബ്ലോക്കായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ചിത്രം ഇതുകൂടി വരയ്ക്കണം. ഇത് ഒരു ബേസിക് ജനറേറ്റിംഗ് ലൂപ്പാണ്. ബേസിക് സിഗ്നൽ ജനറേറ്റിംഗ് ലൂപ്പാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ മുകളിലൊരു റെക്റ്റാങ്കുലർ പൾസ് പോലെ കാണിച്ചിരിക്കുന്നത്, താഴെ അതൊരു സ്യൂപ്പ് സർക്യൂട്ടായിട്ട്, സ്യൂപ്പ് വോൾട്ടേജായിട്ട് മാറ്റുന്ന ഡിവൈസാണ്. അപ്പോൾ ഷിമിറ്റ് ട്രിഗറിൻ്റെ ആക്ഷൻ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അതും നോക്കി ഒന്ന് വരയ്ക്കുക. The upper current source supplies a constant current to the capacitor, and the capacitor voltage increases linearly. When the positive slope of the ramp voltage reaches, ramp voltage വെച്ചാൽ ക്രമേണ ഉയരുന്ന വോൾട്ടേജ്. When the positive slope of the ramp voltage reaches upper limit set by the internal circuit components, the shift trigger changes state. The trigger circuit output becomes negative and reverses the condition of the current switch. The capacitor discharges linearly, controlled by the lower current source. Lower current source, when the negative ramp reaches a predetermined lower level, the Schmitt trigger switches back to its original state. The entire process is then repeated. The ratio I1/I2 determines the duty cycle and is controlled by symmetric control. The sum of I1 and I2 determines the frequency. The size of the capacitor is selected by the multiplier switch. The unit is powered by an external supply that provides regulated voltages for all stages of the instrument. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആദ്യം. With circuit diagram, explain the working of a pulse, laboratory pulse and a square wave generator. Short answers. What is the difference between a pulse generator and a square wave generator? Next question, explain. Duty cycle, there you have to write a duty cycle. Duty cycle missing ആണ്. Explain duty cycle of a square wave generator.
നെക്സ്റ്റ് വെർഷൻ 3 ആപ്ലിക്കേഷൻ റിക്വയർമെൻറ്റ്സ് ഓഫ് എ പൾസ്. നമ്മൾ 5 റിക്വയർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പഠിക്കുക. ഡ്രോ ദി ഡയഗ്രാം ഓഫ് എ ബേസിക് പൾസ് ജനറേറ്റിംഗ് ലൂപ്പ്. രണ്ടാമത്തെ പടം അതും വരയ്ക്കാനും പഠിക്കുക. That is all with your 39th class. We continue our topic. Thank you very much.